ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങളുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി Kdenlive എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരേ സ്ക്രീനിൽ തന്നെ ഒരേ സമയം 2 വീഡിയോകൾ പ്ലേ ചെയ്യുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന സൗകര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ മറ്റു ചില സവിശേഷതകൾ കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. 2 വീഡിയോകൾ ഒരേ സമയം പ്ലേ ചെയ്യിക്കുമ്പോൾ തന്നെ അത് വിവിധ രീതിയിൽ പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ ചെറിയ ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് Kdenlive തുറക്കാം. അതിനായി ആപ്ലിക്കേഷനിൽ നിന്നും സൗണ്ട് ആൻഡ് വീഡിയോ Kdenlive തുറക്കുന്നു. ഇനി നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. ഫയലിൽ ന്യൂ 30 FPS ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് 2 വീഡിയോകൾ ആഡ് ചെയ്യാം. അതിനായി ആഡ് ക്ലിപ്പ്. 2 വീഡിയോകൾ നമ്മൾ പ്രൊജക്റ്റ് ബിന്നിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. ഈ 2 വീഡിയോകളെ നമുക്ക് ട്രാക്കിലേക്ക് ആദ്യം എടുത്തു വെക്കാം. രണ്ട് വീഡിയോകൾ എടുത്തു വെച്ചു. ഇനി അത് ഒരേ സൈസിലുള്ളതാക്കുകയാണ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ക്രോപ്പ് ആൻഡ് ട്രാൻസിഷനിൽ പൊസിഷൻ ആൻഡ് സൂം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ 2 വീഡിയോയെ സ്ക്രീനിൻ്റെ 2 വശങ്ങളിൽ നിന്ന് പ്ലേ ചെയ്യിക്കുന്നത് എന്നാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ഇഫക്റ്റിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ആദ്യം തന്നെ ഇഫക്ട്സിലേക്ക് പോകുന്നു. ഇവിടെ ഇഫക്ട്സ് ട്രാൻസിഷൻസ് 2 ഉണ്ട്. അതിൽ ഇഫക്ട്സിലേക്ക് പോകുന്നു. ക്രോപ്പ് ആൻഡ് ട്രാൻസിഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ താഴെ ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി കഴിയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇഫക്ട്സിൽ പോയിട്ട് ക്രോപ്പ് ആൻഡ് ട്രാൻസിഷൻസ് കാണുന്നില്ലെങ്കിൽ ഈ ഷോ വീഡിയോ ഇഫക്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരുന്ന സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ആൻഡ് ട്രാൻസിഷൻ എന്ന് സെർച്ച് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഏത് ഇഫക്റ്റാണോ വേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രോപ്പ് ആൻഡ് ട്രാൻസിഷൻ എടുത്തു. അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സ് വന്നു. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇഫക്റ്റ്. ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇഫക്റ്റ് എടുത്തിട്ട് ഒന്നാമത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോയിലേക്ക് ഇടുന്നു. ശ്രദ്ധിക്കുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തത് പൊസിഷൻ ആൻഡ് സൂം എന്ന് പറയുന്ന ഇഫക്റ്റാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇഫക്റ്റാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇഫക്റ്റ് ഇതിലേക്ക് എടുത്ത് ഇട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമുക്കറിയാം. അതായത് ഇവിടെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്ഫോമിൻ്റെ വിൻഡോ പ്രോപ്പർട്ടീസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഷോ എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇത് ഓണാണെങ്കിൽ ഈ ഇഫക്റ്റ് ഇവിടെ വലിച്ചിടുമ്പോൾ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണോ എന്നറിയുക. ഇതിൻ്റെ ചുറ്റിലും ഒരു ചുവന്ന വര കാണാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇത് ചെറുതാക്കി വെക്കാം. ഇതുവരെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. പൊസിഷൻ സൂമിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ പൊസിഷൻ ആൻഡ് സൂമിൽ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി ഇത് 4 മൂലയ്ക്കും നടുവിലേക്കൊക്കെ എടുത്ത് മാറ്റാം, വേണ്ട സ്ഥലത്തേക്ക് മാറ്റാം. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ ഇനി പോകുന്നത് ശ്രദ്ധിക്കുക. ഈ പ്രോപ്പർട്ടീസിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഇഫക്ട്സിൻ്റെ വിൻഡോയിൽ ഇവിടെ റൊട്ടേഷൻ എന്നൊരു ഭാഗം കാണാം. റൊട്ടേഷൻ എന്നൊരു ഫീച്ചർ. ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കറങ്ങി വരുന്നത് കാണാം. ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഈ റൊട്ടേഷൻ റേഷ്യോ ഇത്രയും നമുക്ക് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലുള്ള പ്ലസ്
കാണാം, അതിൻ്റെ പ്ലസ് എന്നൊരു ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ വേണ്ടൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് പ്ലേ ചെയ്യുക. ഇനി ഈ ഇഫക്റ്റ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ സെലക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ വീഡിയോയിലും കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എഡിറ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ചെറുതാക്കുന്നു. എന്നിട്ട് ഇതിനടുത്തെടുത്ത് നോക്കുന്നു. എന്നിട്ട് അതിൻ്റെയും റൊട്ടേഷൻ നമ്മൾ പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നു. ആവശ്യത്തിനനുസരിച്ച് നമുക്കിഷ്ടം പോലെ റൊട്ടേഷൻ മാറ്റാം. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്നു. ഇനി ഇത് വേണമെങ്കിൽ കുറച്ച് വലുതാക്കാം. ഇങ്ങനെ വെച്ചു. ഇനി ഒന്നാമത്തെ ക്ലിപ്പ് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ അതിൽ സെലക്ട് ചെയ്തിട്ട് വലുതാക്കി. ഓക്കെ. ഇനി ഇത് പ്ലേ ചെയ്യിക്കുമ്പോൾ ഈ രണ്ട് ക്ലിപ്പും നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്ലേ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് എത്ര ക്ലിപ്പ് ഒരു സ്ക്രീനിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം റെൻഡർ ബട്ടൺ കൊടുക്കുക. റെൻഡർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെൻഡർ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. അതിനിപ്പുറത്ത് ജോബ് ക്യൂ, സ്ക്രിപ്റ്റ്സ് എന്നൊക്കെ കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വെബ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും ഡീഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക. അത് നമുക്ക് MP4 മാറ്റാം. MPEG ഉണ്ട്. വെബം VP9 എന്ന് പറയുന്ന അൾട്രാ ഹൈ ഡെഫിനിഷൻ 4K വേണമെങ്കിൽ മാറ്റാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഔട്ട്പുട്ട് ഫയലിൽ ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞാണ് ഉണ്ടാവുക. അത് വേണമെങ്കിൽ പേര് കൊടുത്ത് മാറ്റാം. ഇനി അതല്ല ഡെസ്റ്റിനേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ് ഡീഫോൾട്ടായിട്ടുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമുള്ളതുപോലെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെ ഫുൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെലക്റ്റഡ് സോൺ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് താഴെ റെൻഡർ ടു ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വീഡിയോയും കൂടിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടും. MP4 തന്നെ കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഓർക്കുക, രണ്ട് ഇഫക്റ്റുകൾ നമ്മളിവിടെ പഠിച്ചു. ഒന്ന് പൊസിഷൻ ആൻഡ് സൂം, രണ്ടാമത്തത് ട്രാൻസ്ഫോം. ഈ രണ്ട് ഇഫക്ട്സും നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒന്ന് ചെയ്തു നോക്കുക. ഇതുപയോഗിച്ച് ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഷേപ്പ് ഒക്കെ തന്നെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മുടെ വീഡിയോസിനെ ഒരു സ്ക്രീനിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതെല്ലാവരും ചെയ്തു നോക്കുക. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.